ഈ വയസ്സുകാലത്ത് ഓരോ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് ചിലരെ തള്ളിക്കളയാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ പി.ജെ. ജോസഫ് കേരള കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും തള്ളിക്കളയുമോ എന്നാണ് എനിക്കൊരു സംശയം. ശതാഭിഷിക്തനാകുകയാണ്, 84 വയസ്സിലെത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു പൂതി ഉണ്ടായിരിക്കുന്നത്, ഈ കേരള കോൺഗ്രസ് എല്ലാവരും കൂടെ ഒന്നിക്കണം. 1964 രൂപീകൃതമായ കേരള കോൺഗ്രസ് ആണ്. അത് 64 മുതൽ 2025 വരെ എത്തുമ്പോഴേക്കും അത് പിളർന്ന് ഇനി ഇംഗ്ലീഷ് അക്ഷരമാല ഇല്ലാത്ത തരത്തിലായി തീർന്നിരിക്കുകയാണ്. ഇനി മറ്റെന്തെങ്കിലുമൊക്കെ ഈ അക്ഷരമാല കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ 1, 2 എന്നുകൂടി ചേർത്ത് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പിളരുന്ന പാർട്ടി. പിളരും തോറും അത് വളരുകയും ചെയ്യും. ഇപ്പോൾ കെ.എം. മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതങ്ങ് യാഥാർത്ഥ്യത്തിലെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പിളർന്ന് ഒറ്റയാൾ പട്ടാളമായിട്ട് നിൽക്കുന്നതും ഒരു ഘടകകക്ഷിയായിട്ട് ഓരോ മുന്നണിയിലും അങ്ങനെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ കേരള കോൺഗ്രസിനെ എല്ലാം കൂടെ ഇനി ഒരു കുടക്കീഴിൽ കൊണ്ടുവരണമെന്നാണ് ഈ തൊടുപുഴക്കാരനായ പി.ജെ. ജോസഫിൻ്റെ ഒരാഗ്രഹം. അദ്ദേഹത്തിൻ്റെ ഈ 84-ാമത്തെ വയസ്സിലൊക്കെ ഒരാഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴേ അത് സാധിച്ചു കൊടുക്കേണ്ടത് മക്കളോ കൊച്ചുമക്കളോ അവരോ അല്ലെങ്കിൽ ആ പ്രായത്തിന് തുല്യമായിട്ടുള്ള അണികളും മറ്റ് നേതാക്കന്മാരും ഒക്കെ കൂടി ചേർന്നുകൊണ്ടാണ്. അപ്പോൾ അത് എത്രത്തോളം മുഖവിലേക്ക് എടുക്കും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അങ്ങനെ ഒരു ആഗ്രഹമാണ് പി.ജെ. ജോസഫ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു ഏകീകൃത കേരള കോൺഗ്രസ് വേണമെന്നാണ്. അത് എത്ര വരെ നടപ്പിലാകുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഈ കേരള കോൺഗ്രസ് ഇല്ലാത്ത ഒരു കേരളം നമുക്ക് അങ്ങോട്ട് ആലോചിക്കാൻ വയ്യ. അതുപോലെ തന്നെ ഭരണവും ആലോചിക്കാൻ വയ്യ. കെ.എം. മാണി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതൊരു സുന്ദരിയാണ്, അവളുടെ പിന്നാലെ ഇങ്ങനെ പലരും ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അവളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ശരിയാണ്, ഇപ്പം നമ്മളതല്ലേ കാണുന്നത്. ജോസ് കെ മാണി വിഭാഗത്തെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് UDF-ൽ നിന്നും മുസ്ലിം ലീഗിനെ നിയോഗിച്ചിരിക്കുകയാണ്. ലീഗ് തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതായത് ജോസ് കെ മാണിയെ എന്ന സുന്ദരിയെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ലീഗ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി കുറേ നാളായിട്ട് ജോസ് കെ മാണി വിഭാഗത്തെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. തിരുവമ്പാടി മണ്ഡലം കൊടുക്കാം, പാല കിട്ടില്ല, പാലയിൽ മാണി സി കാപ്പൻ നിൽക്കുകയാണ്. മാണി സി കാപ്പൻ UDF-ലാണല്ലോ. തിരുവമ്പാടി എന്ന് പറയുന്നത് ലീഗിൻ്റെ മണ്ഡലമാണ്. ഇപ്പോൾ CPM-കാരുടെ കയ്യിലിരിക്കുകയാണ്. അതൊരു 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. അപ്പോൾ അത് നമ്മൾക്ക് സുഖകരമായിട്ട് തന്നെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ലീഗിൻ്റെ വിശ്വാസം. അങ്ങനെ തിരുവമ്പാടി കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ജോസ് കെ മാണിയെ വിളിക്കുന്നത്. അങ്ങനെ കുറേ നാളായിട്ട് കുഞ്ഞാലിക്കുട്ടി ആ കേരള കോൺഗ്രസ് എന്ന സുന്ദരിയുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റിത്തിരിയുകയാണ്. ചുറ്റിക്കളിയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കിനിയും കുറച്ച് കഴിഞ്ഞേ വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, ഭരണത്തിലും ഉണ്ട്, പ്രതിപക്ഷത്തും ഒക്കെ നിൽക്കുകയാണ്. 2026 ഈ ഭരണത്തിലേക്ക് എത്തുമ്പോൾ ഭരണത്തിൽ വരുന്നത് UDF ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏതൊക്കെ കേരള കോൺഗ്രസ് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. അവിടെ ജോസഫ് ഉണ്ട്, ജേക്കബ് ഉണ്ട്, പിന്നെ മാണി സി കാപ്പനും ഉണ്ട്. ജേക്കബ് എന്ന് പറയുമ്പം അത് ഒരാൾ മാത്രമേ ഉള്ളൂ, ജേക്കബിൻ്റെ മകൻ, പിറവം മണ്ഡലത്തിൽ. ഇപ്പോൾ ഇപ്പുറത്ത് തന്നെ LDF-ലെ നോക്കിയാൽ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട്, ആന്റണി രാജു ഉണ്ട്, പിന്നെ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പുണ്ട്, നമ്മുടെ ഗണേഷ് കുമാറും ഉണ്ട്.
ബാലകൃഷ്ണ പിള്ളയൊക്കെ തന്നെ കരുത്തന്മാരായ കേരള കോൺഗ്രസ്സുകാരായിരുന്നല്ലോ. കേരള കോൺഗ്രസിനകത്ത് ഒരു പ്രബലമായിട്ടുള്ളത് ഈ ക്രൈസ്തവ സമുദായമാണ്. ക്രൈസ്തവരുമുണ്ട്, നായന്മാരും ഒക്കെ ഉണ്ട് കൂടുതലായിട്ട്. ഇപ്പോൾ കെ വി ഗണേഷ് കുമാർ NSS ബോർഡ് ഡയറക്ടർ ബോർഡിലുള്ള ആളല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്രൈസ്തവർക്കാണ് മുൻതൂക്കമുള്ളത്. ഈ കേരള കോൺഗ്രസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി മാത്രം തീർച്ചപ്പെടുത്തിയാൽ പോരാ, പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ കൂടെ തീർച്ചപ്പെടുത്തണം എങ്ങോട്ടേക്ക് പോകണമെന്നുള്ളത്. 2016 UDF നിന്ന ജോസ് കെ മാണി വിഭാഗം 21 അപ്പുറത്തേക്ക് ചാടിയപ്പോൾ അത് പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് പോയത്. ഇനിയിപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിന് ക്രൈസ്തവ വിഭാഗത്തിൽ വലിയ അതൃപ്തിയുണ്ട് ഈ പിണറായി വിജയനോടൊപ്പം മുമ്പോട്ട് പോകുന്നതിന്. ജോസ് കെ മാണി പറയുന്നുണ്ട് ചവിട്ടി പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, ചവിട്ടി പുറത്താക്കി, അപ്പുറത്ത് ചെന്നു, അവർ കാർപ്പറ്റ് വിരിച്ച് സ്വീകരിച്ചു. പക്ഷേ അവിടെ ചവിട്ടിയില്ലെങ്കിലും ചവിട്ടാതെയും എന്നാൽ തലോടാതെയും ഇട്ടിരിക്കുകയാണ്. ഈ അവഗണനയാണല്ലോ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. അങ്ങനെ ജോസ് കെ മാണിയെ ഏതാണ്ട് അവിടെ അവഗണിച്ചിട്ടിരിക്കുകയാണ്. അതും സഹിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ കൊണ്ടാണ് ജോസഫ് ഈ വയസ്സുകാലത്ത് വിളിക്കുന്നത്, വരൂ മക്കളെ നമുക്കെല്ലാവർക്കും കൂടെ ഒന്നിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനി ആര് മുൻകൈ എടുക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഈ LDF ഇത്തവണത്തെ ഭരണം അവസാനിക്കുമ്പോൾ ഈ ആന്റണി രാജുവിൻ്റെ ആ ഒറ്റയാൾ പട്ടാളമൊക്കെ അതങ്ങ് തീരും. ജനാധിപത്യ കേരള കോൺഗ്രസ് ഒക്കെ അങ്ങ് തീരും. അദ്ദേഹത്തിൻ്റെ സീറ്റ് മിക്കവാറും CPM അങ്ങ് പിടിച്ചെടുക്കും. മിക്കവാറും അല്ല, അത് പിടിച്ചെടുത്ത് കഴിയും. അത് ഉറപ്പായ കാര്യമാണ്. CPMൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും തിരുവനന്തപുരത്ത് മത്സരിക്കുക. അതിനുള്ള നീക്കവും അവർ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ആ പാർട്ടി, ആന്റണി രാജുവിൻ്റെ പാർട്ടി, ജനാധിപത്യ കേരള കോൺഗ്രസ് അവിടെ ഇല്ലാതാകും. പിന്നെ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുന്നണിയിൽ ഇല്ലെങ്കിൽ പോലും പത്തനാപുരത്ത് നിന്ന് സുഖകരമായി ജയിച്ചു പോകാനുള്ള കഴിവുണ്ട്. അതിനുള്ള തണ്ടും തൻ്റെ ഇടവും ഒക്കെ ഗണേഷ് കുമാറിനുണ്ട്. മണ്ഡലം അത്രത്തോളം അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നിടമാണ്. പിന്നെ ഇനിയിപ്പോൾ UDFനൊരു നേട്ടം ഉണ്ടാകും എന്നാണ് കണക്ക് കൂട്ടുന്നത്. കാരണം നിലമ്പൂരിലെ ഫലം അത്തരത്തിൽ അവർക്ക് അനുകൂലമായതുകൊണ്ട് ആ ഒരു തരംഗം 2026 ഉണ്ടാകുമെന്നും UDFൻ്റെ കണക്ക് കൂട്ടൽ. ആ സ്ഥിതിക്ക് കേരള കോൺഗ്രസ് എല്ലാവരും കൂടെ ഒന്നിച്ച് മിക്കവാറും ഇതിനകത്ത് സംഭവിക്കുന്നത് ജോസഫ് വിഭാഗം ഒരു ഏകീകൃത കേരള കോൺഗ്രസ് ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഈ ഏകീകൃത കേരള കോൺഗ്രസ് ഉണ്ടായിക്കൊണ്ട് യോജിക്കാൻ കഴിയുന്ന, ലയിക്കാൻ കഴിയുന്ന എല്ലാ കേരള കോൺഗ്രസ്സുകളും ഒന്നിച്ചു വന്നുകൊണ്ട് അത് UDFൽ നിൽക്കാനായിട്ട് തീർച്ചപ്പെടുത്തും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ലയിക്കാതെ നിൽക്കുന്നവരും കാണും. ഇപ്പൊ ഗണേഷ് കുമാർ ചിലപ്പോൾ ലയിക്കത്തില്ല, ഒറ്റയാളായിട്ട് തന്നെ തുടരും. ജേക്കബും ജോസഫും ലയിക്കും, മാണിയും ലയിക്കും. ജനാധിപത്യ കേരള കോൺഗ്രസ് ഇല്ലാതാകും. അതുപോലെ മാണി സി കാപ്പനും അങ്ങ് ലയിക്കും. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് തുടക്ക കാലഘട്ടത്തിലെ പോലെ 64 ഒരു സ്ഥിതിയിലേക്ക് മടങ്ങും. അങ്ങനെ മടങ്ങിക്കഴിയുമ്പോൾ ഈ കേരള കോൺഗ്രസ് ഒന്നിച്ചു വന്നു കഴിയുമ്പോൾ UDFനകത്ത് ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ടാക്കാൻ കഴിയും. ഒരുപക്ഷെ ലീഗിനേക്കാൾ ഒരു വലിയ ആധിപത്യം സ്ഥാപിക്കാമെന്ന് അവർ കരുതുന്നുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് മുഴുവനായിട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന് UDFും കോൺഗ്രസും കരുതുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ ഇതിനകത്തൊരു നേതൃത്വം കൊടുക്കും. അപ്പോൾ VD സതീശൻ ആഗ്രഹമുണ്ട് ലീഗിനെ ഒന്ന് ഒതുക്കി നിർത്തണമെന്ന്. ലീഗിൻ്റെ ഈ അപ്രമാദിത്വമുണ്ടല്ലോ, ഇപ്പൊ അൻവറിന് തന്നെ UDFിലേക്ക് പ്രവേശം അനുവദിക്കാത്തതിൻ്റെ പിന്നിൽ പ്രധാനി VD സതീശനാണ്. അപ്പോൾ VD സതീശൻ ഇതിനെ എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും
കേരള കോൺഗ്രസിനെ കൂടുതലായിട്ട് ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ജോസ് കെ മാണിയെ ഈ പേര് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഒരു ഏകീകൃത കേരള കോൺഗ്രസ് ഉണ്ടാകുകയാണെങ്കിൽ ആ പേര് പറഞ്ഞ് UDF-ലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്നു കഴിയുമ്പോൾ ലീഗിനേക്കാൾ കൂടുതൽ സീറ്റ് കേരള കോൺഗ്രസിന് കൊടുത്തു കഴിഞ്ഞാൽ ലീഗിനെ എന്തായാലും അല്പം ഒന്ന് താഴ്ത്തിക്കെട്ടാൻ കഴിയും. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഒരു പ്രധാന പരാതിയായിരുന്നു ക്രൈസ്തവർക്ക് വേണ്ടത്ര സ്ഥാനം ലഭിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ കേരള കോൺഗ്രസിൻ്റെ ഏകീകൃതമായി വരുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് അതിന് വഴങ്ങും. ചില കാര്യങ്ങൾക്ക് സീറ്റിൻ്റെ കാര്യത്തിൽ VD സതീശൻ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടാകും. എന്തായാലും കേരള കോൺഗ്രസിനെ ഒന്നിപ്പിക്കുന്നതിൽ ഈ ജോസഫിൻ്റെ ആഗ്രഹത്തിന് പിന്നിൽ ജോസഫ് മാത്രമല്ല, മറ്റ് ചില പ്രധാനപ്പെട്ട കോൺഗ്രസും അതുപോലുള്ള VD സതീശനെ പോലുള്ളവരെല്ലാം അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ പേര് പറഞ്ഞ് മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അതാണ് ലക്ഷ്യം വയ്ക്കുന്നത്.